ഈശ്വരം ശേഖ സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടെത്തുകയായിരുന്നു പരിശുദ്ധാത്മാവ്. നമുക്കറിയാം, മാമോദിസായിലൂടെയും തൈലാഭിഷേകത്തിലൂടെയും നമ്മളിലേക്ക് കടന്നു വന്നിട്ടുള്ള പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നമ്മളിൽ ഉദ്ദീപിക്കണം. അത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അതിന് നമ്മൾ എന്തെല്ലാം ചെയ്യണമെന്നൊക്കെ കഴിഞ്ഞ ആഴ്ച നമ്മൾ മനസ്സിലാക്കി. ഇങ്ങനെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ ഒരു കൂട്ടായ്മയിലേക്ക് നയിക്കുക. ആ കൂട്ടായ്മയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവിടെ നമുക്ക് ദൈവസ്നേഹം അനുഭവിച്ചറിയാനും അത് മറ്റുള്ളവരുമായിട്ട് പങ്കുവെച്ച് ജീവിക്കുവാനും സാധിക്കുക എന്നുള്ളതാണ്. ആ കൂട്ടായ്മയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ കൂട്ടായ്മ എന്താണെന്ന് ആദ്യം നമുക്കൊന്ന് ചിന്തിക്കാം, ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പരിശ്രമിക്കാം. നമ്മൾ കണ്ടെത്തുകയാണ്, നമ്മുടെ ദൈവം തന്നെ ഒരു കൂട്ടായ്മയാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ മൂന്ന് വ്യത്യസ്ത തുല്യ വ്യക്തികള് ഒന്നിച്ച് ചേർന്നുള്ള ഒരു കൂട്ടായ്മ. ഇവിടെ ഈ കൂട്ടായ്മയുടെ പ്രത്യേകത സ്നേഹം തന്നെയാണ്. പിതാവായ ദൈവം പുത്രനായ ദൈവത്തെയും പരിശുദ്ധാത്മാവായ ദൈവത്തെയും ഒരേ അളവിൽ സ്നേഹിക്കുന്നു. അതുപോലെ പുത്രനായ ദൈവം പിതാവ് ഏതളവിലാണ് തന്നെ സ്നേഹിച്ച് അതേ അളവിൽ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും സ്നേഹിക്കുന്നു. പരിശുദ്ധാത്മാവും ഇതുപോലെ പിതാവിനെയും പുത്രനെയും സ്നേഹിക്കുന്നു. അവർ ഒന്ന് ചേർന്നിരിക്കുക. ആ സ്നേഹത്തിന്റെ പാരമ്യത്തില് അവരൊന്നാണ്. അവരെടുക്കുന്ന തീരുമാനങ്ങള് ഒന്നാണ്. തീരുമാനമെടുക്കാൻ ഒരു സെക്കൻഡ് പോലും അവർക്ക് ആവശ്യമില്ല. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഒരേ ഒരു ദൈവമേ ഉള്ളൂ, എന്നാൽ ദൈവത്തിന് മൂന്നാളുകളുണ്ടെന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ മനോഹരമായൊരു കൂട്ടായ്മയാണ് നമുക്ക് കാണുന്നത്. ഈ കൂട്ടായ്മയുടെ മൂർധന്യതയിൽ നിന്നാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കാൻ തീരുമാനിച്ചത്. മനുഷ്യനെ സൃഷ്ടിച്ചത് എങ്ങനെയാ? അപ്പൊ അവിടുന്ന് ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായം 23 നമ്മളോട് പ്രകാരം പറയുക. അങ്ങനെ ദൈവം തന്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ ഛായയിൽ അവിടുന്ന് അവനെ സൃഷ്ടിച്ചു. എന്നോട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാണോ? അല്ലാന്ന് വിചാരിക്കുന്നു. തുടരാമല്ലോ അല്ലേ? അങ്ങനെ ദൈവം തന്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ ഛായയിൽ അവിടുന്ന് അവനെ സൃഷ്ടിച്ചു. പ്രിയമുള്ളവരെ, നമുക്ക് ഓരോരുത്തർക്കും ദൈവത്തിന്റെ ഛായയാണുള്ളത്. അപ്പൊ ഈ ലോകം മുഴുവനുള്ള എല്ലാ മനുഷ്യർക്കും ദൈവത്തിന്റെ ഛായ. അങ്ങനെ വരുമ്പോഴ് ദൈവവുമായിട്ട് ഒരു കൂട്ടായ്മ നമുക്കുള്ളതുപോലെ ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരുമായി നമുക്കൊരു കൂട്ടായ്മയുണ്ട്. ഈ കൂട്ടായ്മയെ കുറിച്ച് നമ്മൾ പ്രപഞ്ചത്തിലേക്ക് ഒന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ പ്രപഞ്ചത്തിൽ വീണ്ടും കണ്ടുമുട്ടുകയാണ്. ഈ പ്രപഞ്ചം മുഴുവൻ കൂട്ടായ്മയുടെ ബന്ധത്തിലാണ് വളരുന്നത്. നമ്മൾ ഒരു ഫലവൃക്ഷത്തിന്റെ തൈ നടുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ ആ തൈക്ക് മണ്ണുമായിട്ടൊരു കൂട്ടായ്മ, ഈ ജലവും വളവും ഒക്കെ അത് വലിച്ചെടുക്കുന്നു. അപ്പൊ ജലവുമായിട്ടൊരു കൂട്ടായ്മ. ഈ ചെടി വളരണമെങ്കിൽ സൂര്യപ്രകാശം വേണം. അപ്പൊ സൂര്യനുമായിട്ട് അവിടെ ഒരു കൂട്ടായ്മ വരിക. ഇനി ഇതെങ്ങനെ വളർന്ന് വരുമ്പോഴ് നമ്മൾക്കറിയാം, കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിൽ നിന്ന് വലിച്ചെടുത്തു. ഭക്ഷണം പാകം ചെയ്ത് ഓക്സിജൻ പുറന്തള്ളുന്നു. അപ്പൊ അന്തരീക്ഷവുമായിട്ടൊരു കൂട്ടായ്മ. ആ ഓക്സിജൻ നമ്മൾ ശ്വസിക്കുന്നു. അപ്പൊ നമ്മളുമായിട്ടൊരു കൂട്ടായ്മ. ഇനി ആ ചെടി അങ്ങ് വളർന്ന് വലുതാകുകയാണ്. അതിന്റെ ശിഖരങ്ങളിൽ പക്ഷികൾക്ക് ചേക്കേറാൻ സാധിക്കും. ഇനി അത് പൂവിടുന്ന സമയത്ത് തേനീച്ചക്കൂട്ടങ്ങൾ അവിടെ വരികയായി. തേനീച്ചകളുമായിട്ടൊരു കൂട്ടായ്മ. ഇങ്ങനെ നോക്കുമ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ ഏത് കാര്യമെടുത്താലും അവിടെ ഒരു കൂട്ടായ്മ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഈ ചെടി വെള്ളം കിട്ടുന്നില്ല എന്ന് വിചാരിക്കുക. വെള്ളവുമായിട്ടുള്ള കൂട്ടായ്മ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാം? അതിന്റെ വളർച്ച മുരടിക്കും. ഒരുപക്ഷെ അത് കരിഞ്ഞു തന്നെ പോയേക്കും. അപ്പൊ കൂട്ടായ്മയ്ക്ക് വളരെ പ്രാധാന്യമുണ്ടെന്ന് നമ്മൾ കണ്ടെത്തുക. ഈ കൂട്ടായ്മയുടെ ആശയം വളരെ മനോഹരമായി പഴയ നിയമത്തില് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നു. പഴയ നിയമത്തിലെ സഭാപ്രസംഗന്റെ പുസ്തകത്തിൽ 4-ാമത്തെ അധ്യായം 9 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മിത് കണ്ടുമുട്ടുന്നത്. രണ്ടുപേർ ഒരാളെക്കാൾ മെച്ചമാണ്. അവർക്ക് ഒരുമിച്ച് കൂടുതൽ ഫലപ്രദമായി അധ്വാനിക്കാൻ കഴിയും. അവരിൽ ഒരുവൻ വീണാൽ അവന് താങ്ങാൻ കഴിയും. ഒറ്റയ്ക്കായിരിക്കുന്നവൻ വീണാൽ താങ്ങാൻ ആരുമില്ല. അവന്റെ കാര്യം കഷ്ടമാണ്. രണ്ടുപേർ ഒരുമിച്ച് കിടന്നാൽ
അവർക്ക് ചൂട് കിട്ടും. തനിച്ചായാൽ എങ്ങനെ ചൂട് കിട്ടും? ഒറ്റയ്ക്കായിരിക്കുന്നവനെ കീഴ്പ്പെടുത്താൻ സാധിച്ചേക്കാം. രണ്ടുപേരാണെങ്കിൽ ചെറുക്കാൻ കഴിയും. മുപ്പിരി ചരട് വേഗം പൊട്ടുകയില്ല. ശരിയല്ലേ പ്രിയമുള്ളവരെ? നമ്മളിങ്ങനെ കാണാം, രണ്ടുപേരെ ഒരാളേക്കാൾ മെച്ച. ഇപ്പൊ നമ്മള് ജോലിയൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോഴൊക്കെ അമ്മച്ചിമാരൊക്കെ അടുക്കളയിലൊക്കെ ജോലിക്ക് പോകുമ്പോൾ ഒരാളോട് സഹായത്തുണ്ടായിരുന്നെങ്കിൽ ജോലിയൊക്കെ ഒന്ന് പെട്ടെന്ന് തീർക്കാമായിരുന്നല്ലോ എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഏതെങ്കിലും വഴിക്കൊക്കെ നടക്കാൻ ഇങ്ങനെ പോവുകയാണെന്ന് നോക്കിയ ഒരു വിജനമായ പ്രദേശത്തൂടെയാ പോകണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ആഗ്രഹിക്കും ആരെങ്കിലും ഒരാളും കൂടെ കൂട്ടിന് കിട്ടിയിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു എന്ന്. ഇനി ഇങ്ങനെ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ഒരാൾ വീണ് പോയാൽ താങ്ങാൻ വേണ്ടി ഒരാളുണ്ടാവുക എന്ന് പറയുന്നത് ഒത്തിരി സന്തോഷമുള്ള കാര്യമല്ലേ? അതുപോലെ താങ്ങാൻ ആളില്ലെങ്കിൽ എന്തായിരിക്കും? ഇനി അതുപോലെ നമുക്കറിയാം, രണ്ടുപേര് നല്ല തണുപ്പുള്ള സമയത്തെ കുറിച്ച് ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാകും. രണ്ടുപേര് ഒന്നിച്ചു കിടന്നാൽ പരസ്പരം ചൂട് കിട്ടും. തനിച്ചായാൽ ചൂട് കിട്ടുകയില്ല. അതുപോലെ വീണ്ടും തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുക, ഒറ്റയ്ക്കായിരിക്കുന്നവനെ കീഴ്പ്പെടുത്താൻ വളരെ എളുപ്പമാണ്. എന്നാൽ മറ്റൊരാളോട് കൂടെ ഉണ്ടെങ്കിലോ ചെറുക്കാൻ വളരെ എളുപ്പമാണ്. അതുപോലെ വീണ്ടും തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, മുപ്പിരി ചരട് വേഗം പൊട്ടുകയില്ല. ഒരു ചരട് മാത്രമാണെങ്കിൽ അതിനെ വലിച്ചു പൊട്ടിക്കാൻ എളുപ്പമാണ്. നേരെ മറിച്ച് മൂന്നെണ്ണം കൂട്ടി പിടിച്ചതാണെങ്കിലോ പൊട്ടിക്കാൻ കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ്. എത്ര മനോഹരമായിട്ടാണ് പഴയ നിയമം ഈ കൂട്ടായ്മയുടെ ആശയം നമുക്ക് പങ്കുവച്ചിരുന്നത്. ഇനി നമുക്ക് പുതിയ നിയമത്തിലേക്ക് ഒന്ന് പോകാം. പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ തിരുക്കുടുംബത്തിന്റെ കൂട്ടായ്മയാണ്. വളരെ മനോഹരമായ ഒരു കൂട്ടായ്മയാണ് നമ്മൾ കണ്ടെത്തുന്നത് അവിടെ. ആ കൂട്ടായ്മയില് ഉണ്ണീശോയും മാതാവും യേശുപിതാവും പരസ്പര സ്നേഹത്തിലാണ്. ഉണ്ണീശോ യേശുപിതാവിനെയും മാതാവിനെയും അനുസരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു. അതുപോലെ പരിശുദ്ധ അമ്മ യേശുപിതാവിനെയും ഉണ്ണീശോയും സ്നേഹിക്കുന്നു, അനുസരിക്കുന്നു. യേശുപിതാവ് ഉണ്ണീശോയും പരിശുദ്ധ അമ്മയും വളരെ സ്നേഹിക്കുകയും അവർക്ക് വേണ്ടി അധ്വാനിക്കുകയൊക്കെ ചെയ്യുന്നു. അങ്ങനെ ഒരു പരസ്പര ബന്ധത്തിന്റെ കൂട്ടായ്മയാണ്. ഇങ്ങനെ ഈ കൂട്ടായ്മയിൽ നിൽക്കുമ്പോൾ നമുക്ക് ഈശോയുടെ കൂട്ടായ്മയെ കുറിച്ചൊന്ന് ചിന്തിക്കാം. ഈശോയുടെ കൂട്ടായ്മയെ കുറിച്ച് ചിന്തിക്കുമ്പം നമ്മുടെ സജീവ ശ്രദ്ധയെ ആകർഷിക്കുന്നത് ഈശോയുടെ മാമോദിസ വേളയിലാണ്. ഈശോയുടെ മാമോദിസ വേളയില് ഈശോയ്ക്ക് യഥാർത്ഥത്തിൽ മാമോദിസം അങ്ങനെ ഒരു ആവശ്യമില്ലായിരുന്നു, പാപമൊന്നും ചെയ്യാത്തവരും. എന്നാൽ ഈശോ എന്ത് ചെയ്തു? മാമോദിസം മുങ്ങാൻ പോകുന്നു. അവിടെ ആ മാമോദിസയ്ക്ക് ഈശോ പ്രത്യേകം ഒരു അർത്ഥം നൽകുകയാണ്. മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം അനുഷ്ഠിക്കാൻ ഞാൻ തയ്യാറാണെന്ന് അവിടുന്ന് പ്രഖ്യാപിക്കുകയാണ്. അങ്ങനെ ഈശോ മാമോദിസ സ്വീകരിച്ചപ്പോൾ നമ്മൾ കാണുകയാണ്, പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തില് ഈശോയുടെ മേലെ ഇറങ്ങി വരുന്നു. സ്വർഗത്തിൽ നിന്നൊരു സ്വരമുണ്ടാകുന്നു, നീ എന്റെ പ്രിയപുത്രൻ, എന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അതെ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിന്റെ കൂട്ടായ്മ പുതിയ നിയമത്തിൽ ആദ്യം നമ്മൾ ഇവിടെയാണ് പരിചയപ്പെടുന്നത്. ഇനി നമ്മൾ ഈശോയുടെ കൂട്ടായ്മയെ കുറിച്ച് വീണ്ടും ചിന്തിക്കുകയാണെങ്കിൽ, ഈശോ പരജീവിത കാലത്ത് ഈശോയ്ക്ക് 72 പേരടങ്ങുന്ന ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. 72 പേരടങ്ങുന്ന ഒരു കൂട്ടായ്മ. അവരെ 2 പേരായിട്ടാണ് താൻ പോകാനിരുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ അയക്കുന്നത്. ഒറ്റയ്ക്കല്ല, 2 പേര്. അവിടെ ഒരു കൂട്ടായ്മ. ഇനി ഈശോയ്ക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നു 12 പേരടങ്ങുന്ന മറ്റൊരു കൂട്ടായ്മ ഉണ്ടായിരുന്നു, അപ്പസ്തോലന്മാരുടെ കൂട്ടായ്മ. ഈ അപ്പസ്തോലന്മാരെ തെരഞ്ഞെടുക്കുന്നതിന് മുമ്പ് രാത്രി മുഴുവൻ ഈശോ മറ്റൊരു കൂട്ടായ്മയിലായിരുന്നു, പിതാവും പരിശുദ്ധാത്മാവുമായിട്ടുള്ള ഒരു കൂട്ടായ്മയില്. ആ കൂട്ടായ്മയുടെ തീരുമാനമായിരുന്നു 12 അപ്പസ്തോലന്മാരുടെ തെരഞ്ഞെടുപ്പ്. അവിടെ ഒറ്റുകാരനെ പോലും ആ കൂട്ടായ്മയിൽ പങ്കാളിയാക്കി എന്നതാണ്. ഇനി നമ്മൾ കാണുകയാണ് ഈശോയ്ക്ക് ഒരു 3 പേരടങ്ങുന്ന മറ്റൊരു ചെറിയ കൂട്ടായ്മ ഉണ്ടായിരുന്നു. ഈ കൂട്ടായ്മ നമ്മൾ പരിചയപ്പെടുന്നത് താബോർ മലയില് നമ്മൾ ഈശോയുടെ രൂപാന്തരീണ വേളയിൽ കാണുന്നുണ്ട്, ജൈറോസിന്റെ വീട്ടിൽ കാണുന്നുണ്ട്, പിന്നെ ഗത്സമേൻ തോട്ടത്തിലും ഈ കൂട്ടായ്മയെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. അങ്ങനെ ഈശോയ്ക്ക് ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നിട്ട് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നു. ഇനി ഈശോ ഉദ്ധിതനായ ശേഷമോ, ഈശോയുടെ ഉദ്ധാനത്തിന് ശേഷം ഈശോ പ്രത്യക്ഷപ്പെട്ടത് അധികവും കൂട്ടായ്മകളിലാണ്. നമ്മൾ തിരുവചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ കണ്ടെത്തുന്നു അങ്ങനെ തന്നെയാണ്. ഇനി വളരെ മനോഹരമായി മറ്റൊരു കൂട്ടായ്മ നമ്മൾ കാണാൻ പോവുക. ഈ കൂട്ടായ്മ ഈശോയുടെ സ്വർഗാരോഹണത്തിന് ശേഷം പരിശുദ്ധ അമ്മയുടെ നേതൃത്വത്തില് ശിഷ്യരും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോസ്തല പ്രവർത്തനം 1:14 നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, അവർ ഏക മനസ്സോടെ യേശുവിന്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും അവരുടെ സഹോദരനോടും ഒപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. ഏക മനസ്സോടുകൂടി. ഈ കൂട്ടായ്മയിലേക്കാണ് പരിശുദ്ധാത്മാവ് തീനാവുകളുടെ രൂപത്തിൽ എഴുന്നള്ളി വന്നത്. ആ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് കഴിഞ്ഞപ്പോഴേ നമ്മൾ കാണുന്നു,
അപ്പോസ്തലന്മാര് ഒന്നാകെ എഴുന്നേറ്റ് നിന്നു. പത്രോസ് അവർക്ക് വേണ്ടി സംസാരിക്കുകയാണ്. അവിടെയും ഒരു കൂട്ടായ്മയിലാണ് ആദ്യത്തെ സുവിശേഷ പ്രഘോഷണം നടന്നത്. ആദ്യത്തെ സുവിശേഷ പ്രഘോഷണത്തിന്റെ ഫലമായി എന്ത് സംഭവിച്ചു എന്ന് അപ്പോസ്തല പ്രവർത്തനം 4-ാം അധ്യായം 41-ാം തിരുവചനം നമ്മളോട് പറയുകയാണ്. അവന്റെ വചനം ശ്രവിച്ചവർ സ്നാനം സ്വീകരിച്ചു. ആ ദിവസം തന്നെ 3000-ഓളം ആളുകൾ അവരോട് ചേർന്നു. പ്രിയമുള്ളവരെ, സഭ ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഇപ്പൊ നമ്മൾ കണ്ട കാര്യം, ആത്മാവിന്റെ നിറവിൽ നിന്നും സഭയാകുന്ന കൂട്ടായ്മയിലേക്ക് അവർ ഒന്നുചേരുക. സഭയാകുന്ന കൂട്ടായ്മയിലേക്ക് ഒന്നായി ചേരുകയാണ്. അപ്പൊ പരിശുദ്ധാത്മാവ് ഇപ്പോൾ നമ്മളെ നയിച്ചിരിക്കുന്നത് സഭയാകുന്ന കൂട്ടായ്മയിൽ അംഗമായി തീരുവാൻ വേണ്ടിയാണ്. അപ്പം ആ കൂട്ടായ്മയെ കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കണം. തിരുസഭയാകുന്ന കൂട്ടായ്മയ്ക്ക് വളരെ പ്രത്യേകതയുണ്ട്. നമുക്കറിയാം, നമ്മുടെ ഇപ്പൊ നമ്മളിവിടെ കൂടുമ്പോൾ ഷൂബിന്റെ 3-ാം ബാച്ച് നമ്മൾ ഒന്നിച്ചു കൂടിയിരിക്കുക. നമുക്ക് കൊച്ചു കൊച്ചു സബ് ഗ്രൂപ്പുകളുണ്ടല്ലോ. സബ് ഗ്രൂപ്പുകൾ ഒരു കൂട്ടായ്മയാണ്. ആ സബ് ഗ്രൂപ്പുകളെല്ലാം കൂടി നമ്മളാകുന്ന ഈ വലിയ കൂട്ടായ്മ, ഇങ്ങനെ വലിയ കൂട്ടായ്മയ്ക്ക് രൂപം കിട്ടിയിരിക്കുന്നു. ഇതുപോലെ സഭയില് 24ഓളം വ്യക്തിസഭകളുണ്ട്. ഈ വ്യക്തിസഭകളുടെ കൂട്ടായ്മയാണ് പരിശുദ്ധ കത്തോലിക്ക സഭ, തിരുസഭ. കേരളത്തിലെ അതിലെ 3 വ്യക്തിസഭകൾ നമുക്ക് കണ്ടെത്താം. സീറോ മലബാർ, സീറോ മലങ്കര, ലത്തീൻ. ഇത് 3 വ്യക്തിസഭകളാണ്. ഇങ്ങനെയുള്ള 24ഓളം വ്യക്തിസഭകൾ ചേർന്നിട്ടാണ് തിരുസഭയാകുന്ന കൂട്ടായ്മ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും തിരുസഭയാകുന്ന കൂട്ടായ്മയിലേക്കാണ് നയിക്കുന്നത്. നമ്മൾ ആ കൂട്ടായ്മയുടെ ഭാഗമായി തീരണം. അപ്പം അതിന്റെ ഭാഗമാവുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നതിനെ കുറിച്ചുകൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. അത് അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായം 42-ാം തിരുവചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുകയാണ്. അവർ അപ്പോസ്തലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന എന്നിവയിൽ സദാ താല്പര്യപൂർവ്വം പങ്കുചേർന്നു എന്നാണ് പറയുന്നത്. അതെ, ആദിമസഭ അപ്പോസ്തലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന എന്നിവയിൽ സദാ താല്പര്യപൂർവ്വം പങ്കുചേർന്നു. എത്ര സന്തോഷത്തോടെ അവർ ഇത് പങ്കെടുത്തതെന്ന് നമ്മൾ ചിന്തിച്ചു നോക്കിയേ. അപ്പോസ്തലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന. ഇന്ന് നമുക്കും ഉണ്ട് അങ്ങനത്തെ കൂട്ടായ്മകള്. നമുക്ക് ഞായറാഴ്ച ദിവസങ്ങളൊക്കെ ഞായറാഴ്ച കൂട്ടായ്മ, അവിടെ അപ്പം മുറിക്കലിന് പകരം നമുക്ക് വിശുദ്ധ കുർബാനയുണ്ട്. ആ വിശുദ്ധ കുർബാന പ്രാർത്ഥനകളുണ്ട്. അതുപോലെ അപ്പോസ്തലന്മാരുടെ പ്രബോധനത്തിന് പകരം ഞായറാഴ്ച കുർബാനയിൽ നടത്തുന്ന പ്രസംഗം ഒക്കെ നമ്മൾ ഇതിലെല്ലാം സജീവമായിട്ട് പങ്കെടുക്കുമ്പം ആദിമസഭയെ പോലെ സഭയുടെ കൂട്ടായ്മയുടെ ഭാഗമായി ചേർന്ന് നിൽക്കുമ്പോൾ നമ്മൾ ദൈവരാജ്യ വളർച്ചയിലാണെന്ന് തിരിച്ചറിയണം. പിന്നീട് നമുക്ക് വളരെ സജീവമായി നമ്മുടെ ശ്രദ്ധയിലേക്ക് വരുന്നു അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായം 44-ാം തിരുവചനത്തിലൂടെ വിശ്വസിച്ചവർ എല്ലാവരും ഒറ്റ സമൂഹമാകുകയും തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം പൊതുവായി കരുതുകയും ചെയ്തു. ഇവിടെ ആ വചനം ഒന്നുകൂടെ ശ്രദ്ധിച്ച്, വിശ്വസിച്ചവർ എല്ലാവരും ഒറ്റ സമൂഹമാകുകയും തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം പൊതുവായി കരുതുകയും ചെയ്തു. ആദ്യം നമ്മൾ കാണുന്നു ദൈവസ്നേഹം അനുഭവിച്ചറിയുന്നു. ആ ദൈവസ്നേഹം അനുഭവിച്ചറിഞ്ഞിട്ട് അവർ അത് മറ്റുള്ളവരുമായിട്ട് പങ്കുവെച്ച് ജീവിക്കുന്നു. ഈ സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെയും ഉത്തരവാദിത്തം ഈ രീതിയിൽ മുന്നേറുക എന്നുള്ളതാണ്. ഇനി നമ്മൾ കാണുന്നത് അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായത്തിൽ 46-ാമത്തെ തിരുവചനത്തിൽ അവർ ഏക മനസ്സോടെ താല്പര്യപൂർവ്വം അനുദിനം ദേവാലയത്തിൽ ഒന്നിച്ചു കൂടുകയും ഭവനം തോറും അപ്പം മുറിക്കുകയും ഹൃദയലാളിത്യത്തോടും ആഹ്ലാദത്തോടും കൂടെ ഭക്ഷണത്തിൽ പങ്കുചേരുകയും ചെയ്തിരുന്നു. ഓക്കെ, അവരുടെ ആ കൂട്ടായ്മയുടെ ശക്തി ഒന്ന് നോക്കിയേ. എല്ലാ ദിവസവും അവർ ഒന്നിച്ചു കൂടുമായിരുന്നു. എല്ലാ ദിവസവും ഒന്നിച്ചു കൂടുന്ന കൂട്ടായ്മയായിരുന്നു ആദിമസഭയിൽ ഉണ്ടായിരുന്നത്. അവർ ഏക മനസ്സോടും താല്പര്യത്തോടും കൂടിയായിരുന്നു. നോക്കിയാൽ ഹൃദയലാളിത്യത്തോടും ആഹ്ലാദത്തോടും കൂടെയാണ് അവർ ഭക്ഷണത്തിൽ പങ്കുചേർന്നതെന്നും തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുക. ഈ ഒരു വെളി നമുക്ക് ലഭിച്ചിട്ടില്ലേ? സഭയോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മളും അങ്ങനെ ആയിത്തീരാൻ വേണ്ടി ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഈ കൂട്ടായ്മയിൽ എന്താ സംഭവിക്കുന്നത്? അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ പോകാം. കൂട്ടായ്മയിൽ എന്താണ് സംഭവിക്കുന്നത്? അവിടെ നമ്മൾ തിരിച്ചറിയുകയാണ്, ബന്ധങ്ങൾ വളരുന്നു. നമ്മൾ അപ്പോസ്തലന്മാരെ പോലെ ഏക മനസ്സിലാകുന്നു. നമ്മളൊരു കൂട്ടായ്മയുടെ ഭാഗമായി തീരുമ്പോൾ ഓരോ നമ്മുടെ ഇടവക ജീവിതവും ഇടവകയിലുള്ള കീഴിലുള്ള വിവിധ ഭക്ത സംഘടനകളിലൊക്കെ ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ, അവിടുത്തെ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ ചേർന്ന് പ്രവർത്തിക്കുമ്പോഴൊക്കെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും നമുക്കൊരു മനസ്സായി മാറും. അതുപോലെ നമുക്ക് എന്ത് ചെയ്യും? സ്നേഹത്തിൽ വളരും. പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നതാണ് സ്നേഹത്തിൽ വളരാൻ.
അവിടെ നമുക്ക് പങ്കുവെക്കുന്ന അനുഭവം ഉണ്ടാവും. അതുപോലെ നമ്മുടെ സമർപ്പണം ആഴപ്പെടുമെന്നും നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഇനി നമുക്ക് കാണാവുന്ന കാര്യം, പരസ്പരമുള്ള വളർച്ച നടക്കുന്നത് കൂട്ടായ്മകളിലാണ്. അപ്പൊ തിരിച്ചറിയാം, നമുക്ക് ഒറ്റയ്ക്കായ കാര്യങ്ങളൊന്നും നടക്കില്ല. ഒരു കൂട്ടായ്മയുടെ ഭാഗമാണെങ്കിൽ മാത്രമേ ഈ പരസ്പരമുള്ള വളർച്ച സാധ്യമാവുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ആദ്യം ചിന്തിച്ചതുപോലെ ആ ചെടി കൂട്ടായ്മയിലല്ലെങ്കിൽ കരിഞ്ഞു പോണത് പോലെ കൂട്ടായ്മയോട് ചേർന്ന് നമ്മൾ നിൽക്കുന്നില്ലെങ്കിൽ നമ്മുടെ വളർച്ച, ആത്മീയ വളർച്ച മുരടിച്ചു പോകും. അത് പലപ്പോഴും പിന്നെ ആ ദൈവത്തിൽ നിന്നുള്ള അകൽച്ചയായി മാറാൻ സാധ്യതയുണ്ട്, കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ കൂട്ടായ്മയോട് ചേർന്ന് നിൽക്കണം. ആ കൂട്ടായ്മയിലാണ് പരസ്പരമുള്ള വളർച്ച നടക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി. നമുക്കറിയാം, നമ്മുടെ സംഘടനകളിലും ഭക്തസംഘടനകളും പ്രാർത്ഥന ഗ്രൂപ്പിലൊക്കെ വളരാനുള്ള പരസ്പരം വളരുന്നതിനുള്ള എല്ലാ സാഹചര്യവും അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. നേതൃത്വത്തിലേക്ക് കടന്നു വരുവാനും പ്രാർത്ഥിക്കാൻ പഠിക്കാനും ഇതിന് എല്ലാ സാഹചര്യവും സൗകര്യങ്ങളും സഭ നമുക്ക് ഒരുക്കി തരുന്നുണ്ട്. ഇനി ഈ കൂട്ടായ്മകളാണ് തിരുത്തലുകൾ സാധ്യമാകുന്നത്. പ്രിയമുള്ളവരെ, ഞങ്ങള് ഈ റിസോഴ്സ് ടീം എല്ലാ ദിവസവും രാത്രി 9:30 മുതൽ 10 വരെ പ്രാർത്ഥനയിൽ ഒന്നിച്ചു കൂടുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിനൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ആ കൂട്ടായ്മയിൽ സജീവമായി ഒന്നിച്ചു ചേരുന്നു. ആ പ്രാർത്ഥനയ്ക്ക് ശേഷം ഞങ്ങള് കുറച്ചു നേരം സംസാരിക്കുകയൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ എന്തെങ്കിലുമൊക്കെ ഞങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരുത്തലുകൾ സാധ്യമാകുന്നു. നല്ലൊരു കൂട്ടായ്മയിൽ, സ്നേഹം അനുഭവിച്ചാൽ അറിയാൻ കഴിയുന്ന കൂട്ടായ്മയിലെ ഈ തിരുത്തലുകളൊക്കെ സാധ്യമാകുള്ളൂ എന്നുള്ള കാര്യം ശ്രദ്ധിക്കണേ. ഇനി കൂട്ടായ്മയിലാണ് പഠനത്തിലും പ്രാർത്ഥനയിലും വളരാൻ നമുക്ക് സാധിക്കുക. ഒരു കൂട്ടായ്മയിലായിരുന്നാൽ മാത്രമേ നമുക്കിങ്ങനെ പഠനത്തിലും പ്രാർത്ഥനയിലും വളരാൻ സാധിക്കുക. നമ്മള് കൂട്ടായ്മയുടെ ഭാഗമാണെങ്കിൽ ദൈവം നമ്മെ പഠനത്തിലും പ്രാർത്ഥനയിലും വളർത്തുമെന്നാണ്. അങ്ങനത്തെ എൻ്റെ ഒരു കൊച്ചനുഭവം പങ്കുവെക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുക. ഞങ്ങളുടെ ഇടവകയിലെ ഒരു നല്ല ശക്തമായ ഒരു പ്രാർത്ഥനാ കൂട്ടായ്മ ഉണ്ടായിരുന്നു. ഈ പ്രാർത്ഥനാ കൂട്ടായ്മയുടെ നേതൃത്വത്തില് എല്ലാം 2-ാം ശനിയാഴ്ച ഉപവാസ പ്രാർത്ഥന നടത്തുമായിരുന്നു. ആ ഉപവാസ പ്രാർത്ഥനയ്ക്ക് മുമ്പ് ഉള്ള വെള്ളിയാഴ്ച വളരെ തീക്ഷ്ണമായിട്ട് ഞങ്ങൾ കുറെ സമയം ഇരുന്ന് പ്രാർത്ഥിക്കും. കൂടാതെ എല്ലാ വെള്ളിയാഴ്ചയും ഞങ്ങൾ കൂട്ടായ്മയിൽ ഒന്നിച്ചു കൂടാറുണ്ട്. അങ്ങനെ കൂടുമ്പം ഈശോയോട് ചോദിക്കുമായിരുന്നു, ഈശോയെ, ഞങ്ങൾക്ക് എത്ര സമയം വരെ ഇരുന്ന് പ്രാർത്ഥിക്കാം? അത് ഞങ്ങൾ തമ്പ്രാന്റെ ഗീത അന്വേഷിച്ചിട്ട് ചെയ്യാറുണ്ടായിരുന്നു. അപ്പൊ ഈശോ എത്ര സമയം വരെ പ്രാർത്ഥിക്കാം എന്ന് പറയുന്നു, അത്രയും സമയം വരെ ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അതോടൊപ്പം ഈ പ്രാർത്ഥിക്കുമ്പോൾ ശരിക്ക് ഉപവാസ പ്രാർത്ഥനയുടെ തലേദിവസത്തെ പ്രാർത്ഥനയാണെങ്കിൽ അവിടെ കുറച്ചുകൂടെ തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കാൻ കർത്താവ് കൃപ തരുമായിരുന്നു. അപ്പൊ അവിടെ വെച്ച് ഞങ്ങൾക്ക് ബോധ്യങ്ങൾ തരുന്നു. ആര് ക്ലാസ് എടുക്കണം, ആര് ജപമാല ചൊല്ലണം, ആര് ആരാധന ലീഡ് ചെയ്യണം, ആര് ആളുകളെ കുമ്പസാരത്തിന് വേണ്ടി ഒരുക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കർത്താവ് പറഞ്ഞു തരുമായിരുന്നു. അതുപോലെ ക്ലാസ് എടുക്കേണ്ട വിധവും ക്ലാസ്സിൽ ഏതെല്ലാം ദൈവവചനം ഉപയോഗിക്കണം എന്നൊക്കെ ഈ കാര്യങ്ങളൂടെ ഈശോ പറഞ്ഞു തരുമായിരുന്നു. വളരെ പ്രത്യേകമായിട്ട് ആ പ്രാർത്ഥനയിലെ, ഉപവാസ പ്രാർത്ഥനയിൽ ഏതെല്ലാം ഗാനങ്ങൾ പാടണമെന്ന് പോലും ഈശോ പറഞ്ഞു തരുമായിരുന്നു. ഈശോ ഞങ്ങളെ വളർത്തുകയായിരുന്നു, പഠിപ്പിക്കുകയായിരുന്നു. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പഠനം നൽകി തമ്പുരാൻ. അത് നമുക്കെല്ലാവർക്കും സ്വീകാര്യമായ, നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു പഠനം കൂടിയാണ്. ആ പഠനം ഇതായിരുന്നു. ഒരു ഉപവാസ പ്രാർത്ഥനയുടെ തലേദിവസം ഞങ്ങളിങ്ങനെ കൂടാൻ വേണ്ടി ഇരുന്നപ്പോഴേ ഞങ്ങൾ ഈശോയോട് ചോദിച്ചു, ഈശോയെ, ഞങ്ങൾക്ക് എത്ര മണി വരെ ഇരുന്ന് പ്രാർത്ഥിക്കാം? അന്നേരം ഈശോ പറഞ്ഞു, നിങ്ങൾ പോയി നിങ്ങളുടെ വികാരിച്ചനോട് ചോദിച്ചു, വികാരിച്ചന് എത്ര മണി വരെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ നിങ്ങളെ അനുവദിക്കുന്നുണ്ടോ അത്രയും സമയം ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങളിങ്ങനെ പോയി വികാരിച്ചന്റെ അടുത്ത് പോയി ചോദിച്ചു. വികാരിച്ചൻ പറഞ്ഞു, നിങ്ങൾ 7 മണി വരെ ഇരുന്ന് പ്രാർത്ഥിച്ചു പോയാൽ മതി. 6 മണിക്ക് ഞങ്ങൾ പ്രാർത്ഥന തുടങ്ങുക. അപ്പൊ 1 മണിക്കൂറേ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ സമയം കിട്ടുള്ളൂ. ആ 7 മണിയായപ്പോ കർത്താവ് പറഞ്ഞു, നിർത്തിക്കോളൂ, നിങ്ങളുടെ വികാരിച്ചിനെ നിങ്ങൾ അനുസരിച്ചിരിക്കണം. എന്റെ സ്വരമാണ് നിങ്ങൾ വിചാരിച്ചിലൂടെ കേൾക്കുന്നത്. അപ്പം സഭയെയും സഭാധികാരികളെയും അനുസരിക്കേണ്ട ആവശ്യകതയെ കുറിച്ച് കർത്താവ് ഞങ്ങളെ പഠിപ്പിക്കുകയായിരുന്നു അവിടെ വെച്ച്. പ്രിയമുള്ളവരെ, നമ്മള് ഈ സഭയോട് എത്രമാത്രം ചേർന്ന് നിന്ന് പോകണമെന്നും സഭാധികാരികളെയൊക്കെ എത്രമാത്രം ആദരിക്കണമെന്നും തമ്പുരാൻ നമ്മളെ ഈ കൂട്ടായ്മയിലാണ് പഠിപ്പിക്കുക. ഇനി ഈ കൂട്ടായ്മയിൽ നടക്കുന്ന മറ്റൊരു കാര്യമാണ് ക്രിസ്തു ശിഷ്യന്റെ രൂപീകരണം നടക്കുകയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവിടെ നമ്മൾ കാണുകയാണ് എഫെസോസ് ലേഖനം 4-ാമത്തെ അധ്യായം 32-ാമത്തെ തിരുവചനത്തിലൂടെ, ക്രിസ്തു വഴി നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും പരസ്പരം ക്ഷമിച്ചും കരുണ കാണിച്ചും ഹൃദയാർദ്രതയോടെ പെരുമാറുവിൻ. പ്രിയപ്പെട്ടവരെ, നല്ലൊരു കൂട്ടായ്മയിലല്ലേ, സ്നേഹത്തിൽ നിറഞ്ഞിരിക്കുന്ന കൂട്ടായ്മയിലല്ലേ ക്ഷമിക്കാനും പരസ്പരം കരുണ കാണിക്കാനും
ഹൃദയാർദ്രതയോടെയൊക്കെ പെരുമാറാനൊക്കെ സാധിക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ക്രിസ്തു രൂപപ്പെടുകയാണെന്ന് നമുക്ക് തിരിച്ചറിയാം. പിന്നീട് നമ്മൾ കാണുന്ന ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പിന്റെ വെളിച്ചത്തിലാണ് കാണുക. 1 കൊറിന്ത്യസ് 14:26 അവിടുന്ന് അപ്പോസ്തലൻ പറയാണ്, സഹോദരരെ, ആകയാൽ എന്ത് വേണം? നിങ്ങൾ സമ്മേളിക്കുമ്പോൾ ഓരോരുത്തർക്കും ഒരു സങ്കീർത്തനമോ സാരോപദേശമോ വെളിപാടോ ഭാഷയോ വ്യാഖ്യാനമോ ഉണ്ടായിരിക്കട്ടെ. ഇവയെല്ലാം ആത്മീയോപദേശത്തിനായി ഉപയോഗപ്പെടുത്തുകയും ചെയ്യട്ടെ. അതേ പ്രിയപ്പെട്ടവരെ, ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിലാണ് വരദാന ഫലങ്ങളിൽ നമുക്ക് വളരാൻ സാധിക്കുക, നന്നായി പ്രാർത്ഥിക്കാൻ, പ്രാർത്ഥനയിൽ പരിശീലനം ലഭിക്കുക എന്ന കാര്യം കൂടെ നമുക്ക് ഓർമ്മിക്കാം. അങ്ങനെ ക്രിസ്തു ശിഷ്യന്റെ രൂപീകരണം കൂട്ടായ്മയിലേ നടക്കുകയുള്ളൂ. ഇത് നമ്മൾ ചിന്തിക്കുകയാണ്, ഒറ്റയ്ക്ക് നമുക്ക് വളരാനാവുമോ? ഒറ്റയ്ക്ക് നമുക്ക് വളരാനാകില്ല, കൂട്ടായ്മയിലേ വളരാനാവൂ. നമ്മൾ കണ്ടപോലെ ആദ്യം ആ ചെടി, ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്, ആ ചെടി കൂട്ടായ്മയുടെ ഭാഗമായി നിന്നില്ലെങ്കിൽ അത് കരിഞ്ഞു പോകുന്ന പോലെ നമ്മളും കൂട്ടായ്മയുടെ ഭാഗമായി നിലനിൽക്കണം. കൂട്ടായ്മയുടെ ഭാഗമായി നിലനിന്നാൽ മാത്രമേ നമുക്ക് വളർച്ചയുണ്ടാവുള്ളൂ. ഇതിൽ വളരെ നമ്മുടെ സജീവമായി ശ്രദ്ധ ക്ഷണിക്കുന്ന ഒരു ദൈവവചന ഭാഗമാണ് 1 കൊറിന്ത്യസ് 12 12 മുതൽ 27 വരെയുള്ള തിരുവചനങ്ങൾ. വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ എടുത്തുനിന്ന് വായിച്ചു നോക്കണേ. വളരെ മനോഹരമായിട്ട് അപ്പോസ്തലൻ അവിടെ വിശദീകരിക്കുക. നമ്മുടെ ശരീരത്തോടും അതിലെ പല പല അവയവങ്ങളോടുമായിട്ട് അപ്പോസ്തലൻ നമ്മളെ ബന്ധിപ്പിക്കുക. ശിരസ്സാകുന്ന ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്ന അവയവങ്ങളാണ് നമ്മൾ ഓരോരുത്തരും എന്നാണ് അപ്പോസ്തലൻ അവിടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ശരീരത്തിലെ ഏത് അവയവത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത്? കൈക്കാണോ? കാലിനാണോ? അതെ ഹൃദയത്തിനാണോ? ചെവിക്കാണോ? തലയ്ക്കാണോ? നമുക്കറിയാം, ശരീരത്തിലെ എല്ലാ അവയവത്തിനും തുല്യ പ്രാധാന്യമുള്ളതാണ്. അങ്ങനെയെങ്കിൽ സഭാശരീരത്തിലെ അംഗങ്ങളായ നമുക്ക് ഓരോരുത്തർക്കും ഒരേ പ്രാധാന്യമുള്ളത് തിരിച്ചറിയണേ. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കും നമ്മുടെ മെത്രാന്മാർക്കും നമ്മുടെ പ്രിയപ്പെട്ട വൈദികർക്കും നമുക്ക് ഓരോരുത്തർക്കും തുല്യ പ്രാധാന്യമാണ് സഭയിലുള്ളത്. അപ്പൊ നമ്മൾ കാണുന്നുണ്ട്, ശരീരത്തിലെ നിസ്സാരങ്ങൾ നമ്മൾ കരുതുന്ന അവയവങ്ങളെ പോലും ദൈവം വളരെ കരുതലോടുകൂടിയാണ് ക്രമീകരിച്ചു വെച്ചിരിക്കുന്നത്, കർത്താവ് ക്രമീകരിച്ചു വെക്കുന്നത്. അപ്പം ഈ അവയവത്തെ പോലെ നമ്മളും നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ സഭയിൽ നിറവേറ്റണം. അപ്പം സഭയ്ക്ക് എന്തെങ്കിലും അപാകതകൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് നമ്മളുടെ കുറവ് മൂലമാണെന്ന് നമ്മൾ തിരിച്ചറിയണമേ. സഭ എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കും, നമുക്ക് ഇങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കാം, നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾ മുഴുവൻ ഒരു തലയായിരുന്നു എന്ന് മാത്രം വിചാരിച്ചു. ഒരു തല മാത്രമായിരുന്നു നമ്മുടെ ശരീരമെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? നടക്കാൻ പറ്റുമോ? ശ്വസിക്കാൻ പറ്റും? ശ്വസനം കണക്കാക്കാൻ നടക്കാൻ പറ്റുമോ? ഹൃദയത്തിന്റെ പ്രാധാന്യം എവിടെയുള്ളത്? അപ്പൊ ഒരു തല മാത്രമായാലും നമുക്കറിയാം ശരീരമായിട്ട് എന്തോ പരിഗണിക്കുകയില്ലായിരുന്നു. എന്നാൽ പലപ്പോഴും നമ്മൾ ഇങ്ങനെ പറയാറുണ്ട്, തലയാണ് ശരീരം എന്ന് നമ്മൾ ചിന്തിക്കാറ്. എപ്പോഴാണെന്നറിയാവോ? നമ്മൾ പറയാ സഭയെന്ന് പറയുന്നത് അച്ഛന്മാരും സിസ്റ്റേഴ്സും ഒക്കെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ശിരസാണെന്ന് പറയുന്നതിന് തുല്യമായി മാറുക. അവിടെ നമുക്ക് പ്രിയപ്പെട്ടവരെ, നമ്മളും തുല്യ പ്രാധാന്യമുള്ളവരാണെന്ന് തിരിച്ചറിയണമേ. തിരിച്ചറിഞ്ഞ് സഭയുടെ പ്രവർത്തനങ്ങളിൽ ശക്തമായി ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറാകണമേ. ഇനി നമുക്കറിയാവുന്ന കാര്യം, ഈ നമ്മുടെ അവയവത്തില് കാലയില് ഒരു മുള്ളു കൊള്ളുകയെന്ന് വിചാരിക്കുക. മുള്ളു കൊണ്ട് ആ കാലിന് മാത്രമേ വേദനയുള്ളൂ? അല്ലല്ലോ, ശരീരം മൊത്തം ആ വേദന അനുഭവിക്കും. എന്ന് പറഞ്ഞ പോലെ സഭയിലെ ഏതെങ്കിലും ഒരംഗത്തിന് കുറവോ വേദനയോ ഉണ്ടായെങ്കിൽ അത് നമ്മുടെയും വേദനയായി മാറും. സഭ ഒന്നാകെയാണ് അതിൽ വേദനിക്കുക. അപ്പം നമുക്ക് ഓർക്കാം, നമ്മൾ മൂലം സഭയ്ക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. നമ്മൾ സഭയോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ തയ്യാറാകണം. ഇനി നമ്മൾ കാണുകയാണ് 1 യോഹന്നാൻ 1:3 തിരുവചനത്തിലെ, ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തത് നിങ്ങളെയും ഞങ്ങൾ അറിയിക്കുന്നു. ഞങ്ങളുമായി നിങ്ങൾക്ക് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിനാണ് ഞങ്ങൾ ഇത് പ്രഘോഷിക്കുന്നത്. ഞങ്ങളുടെ കൂട്ടായ്മയാകട്ടെ പിതാവിനോടും അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിനോടുമാണ്. ഞങ്ങളുടെ കൂട്ടായ്മയാകട്ടെ പിതാവിനോടും അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിനോടുമാണ്. അതെ, ദൈവിക ബന്ധത്തിൽ ആഴപ്പെടാൻ കൂട്ടായ്മ നമ്മളെ സഹായിക്കുന്നു. വീണ്ടും
ഒരു കൂട്ടായ്മയിൽ സംഭവിക്കുന്ന കാര്യം ഇതാണ്: ദൈവിക ബന്ധത്തിൽ നമ്മൾ ആഴപ്പെടുകയാണ്, അതുപോലെ കൂട്ടായ്മയിൽ വളരുന്നു. അതാണ് ഞങ്ങളുടെ കൂട്ടായ്മയാകട്ടെ, ഞങ്ങളുമായി നിങ്ങൾക്ക് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിനാണ് ഞങ്ങൾ ഇത് പ്രഘോഷിക്കുന്നത്. ഞങ്ങളുടെ കൂട്ടായ്മയാകട്ടെ പിതാവിനോടും അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവാണ്. അവിടെ കൂട്ടായ്മയെ വളർച്ച നടക്കുകയാണ്. ഇനി നമ്മൾ പറയാണ്, ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തത് നിങ്ങളെയും ഞങ്ങൾ അറിയിക്കുന്നു. അതെ, കർത്താവിനെ അനുഭവിച്ചറിഞ്ഞാൽ, അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കത് മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കാതിരിക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ കണ്ടതും കേട്ടതും എല്ലാം മറ്റുള്ളവരുമായ ഒരു കൂട്ടായ്മയിൽ പങ്കുവെച്ചു ജീവിക്കുമ്പോഴാണ് നമുക്ക് കൂട്ടായ്മയിൽ ആഴമായി വളരാൻ സാധിക്കുക. അങ്ങനെയെങ്കിൽ ആഴമായ ക്രിസ്താനുഭവത്തിൽ വളരാൻ സഹായിക്കുന്ന ചില കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണ്. ഈ 6 3 വീതമുള്ള ഈ 2 ഗ്രൂപ്പുകളായിട്ട് നമുക്ക് തിരിക്കാം. ആദ്യത്തെ 3 ദൈവവുമായിട്ടുള്ള ബന്ധവും മറ്റു 3 സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധവുമായിട്ട് നമുക്ക് കാണാം. ആദ്യത്തെ കാര്യം വ്യക്തിപരമായ പ്രാർത്ഥനയാണ്. പ്രിയമുള്ളവരെ, വ്യക്തിപരമായ പ്രാർത്ഥന നമുക്ക് ആഴമായ ക്രിസ്താനുഭവത്തിൽ വളരാൻ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ വ്യക്തിപരമായി പ്രാർത്ഥിക്കാൻ കുറച്ച് സമയം കണ്ടെത്തണം. വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് നമുക്ക് ഏറ്റവും മാതൃകയായി നിൽക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഈശോ തന്നെയാണ്. ഈശോ അതിരാവിലെ ഉണർന്ന് പിതാവുമായിട്ട് സംഭാഷണത്തിൽ ഏർപ്പെടുന്നതായിട്ട് നമ്മൾ തിരുവചനത്തിൽ കാണുന്നുണ്ട്. അതുപോലെ ദൈവവുമായിട്ടുള്ള ഒരു സ്നേഹ സംഭാഷണത്തിലുള്ള അവസരമാണ് വ്യക്തിപരമായ പ്രാർത്ഥന. വ്യക്തിപരമായ പ്രാർത്ഥനയിലാണ് കർത്താവ് നമുക്ക് പല ബോധ്യങ്ങളും ഉൾക്കാഴ്ചകളും പങ്കുവെച്ചു തരിക. എനിക്കത് പങ്കുവെക്കാൻ ധാരാളം അനുഭവങ്ങൾ പങ്കുവെക്കാനുണ്ട്. വ്യക്തിപരമായ പ്രാർത്ഥനയുടെ കർത്താവ് നൽകിയ ബോധ്യങ്ങളും എങ്ങനെയൊക്കെ പെരുമാറണം, എങ്ങനെയൊക്കെ പ്രവർത്തിക്കണമെന്നൊക്കെ കർത്താവ് ഈ വ്യക്തിപരമായ പ്രാർത്ഥനയിലാണ് നമുക്ക് ബോധ്യപ്പെടുത്തി തരിക. ഈ വ്യക്തിപരമായ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ കർത്താവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ല. അവിടത്തേക്ക് നമ്മളോട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനുണ്ടാവും. അത് കേൾക്കാൻ നമ്മൾ നിശബ്ദതയിലായിരിക്കണം. ഇനി ഒരു ദിവസം നോക്കുമ്പോൾ എന്ത് ചെയ്തിട്ട് നമുക്കൊന്നും പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല, വെറുതെ ഇരിക്കണം തമ്പുരാന്റെ മുമ്പിൽ ഇരിക്കുന്ന തോന്നുന്നെങ്കിൽ അങ്ങനെ വെറുതെ ഇരിക്കുന്നതും ഒരു വ്യക്തിപരമായ പ്രാർത്ഥനയാണെന്നാണ്. അത് പ്രാർത്ഥനയുടെ കൂടുതൽ വളർന്നു കഴിയുമ്പോൾ നമ്മൾ നിശബ്ദതയിൽ തമ്പുരാനെ ശ്രമിക്കാൻ വേണ്ടി മാത്രം ഇരിച്ചു എന്നാണ് പറയപ്പെടുക. ഇനി അടുത്തതാണ് ദൈവവചന ധ്യാനം. പ്രിയപ്പെട്ടവരെ, ഈ ദൈവവചന ധ്യാനത്തിന് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. ദൈവവചനം ഈശോ തന്നെയാണ് നമ്മോട് സംസാരിക്കുന്നത്, കർത്താവ് തന്നെയാണ് നമ്മോട് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഗ്രൂപ്പുകളിൽ നമ്മൾ വചന വിസ്മയം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ദൈവവചനം വായിക്കുന്നതിനും ധ്യാനിക്കുന്നതിനും. അപ്പൊ മനസ്സിലായല്ലോ എന്തിനു വേണ്ടിയായിരുന്നു ഈ വചന വിസ്മയം നമ്മുടെ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഈ കൂട്ടായ്മയുടെ അനുഭവം നമുക്ക് തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സബ് ഗ്രൂപ്പുകളായി തിരിച്ചിരിക്കുന്നതും. അപ്പം ഇവിടെയൊക്കെ നമുക്ക് പരിശീലനമായിരുന്നു സൂബിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പം ദൈവവചനം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുക എന്നത് നമുക്ക് ക്രിസ്തുവിൽ ആഴമായി വളരാൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. ഇനി 3-ാമത്തെ കാര്യം കൗദാശിക ജീവിതത്തിൽ വളരുക എന്നതാണ്. കൗദാശിക ജീവിതത്തിൽ വളരുക എന്നുള്ളത് വളരെ പ്രാധാന്യം അർഹിക്കുന്നില്ല. ഞാൻ പറയാ, സാധിക്കുമെങ്കിൽ ആദിമസഭ അനുദിനമാണ് പ്രാർത്ഥിക്കാൻ ഒന്നിച്ചു കൂടി എന്ന് പറയുന്ന പോലെ നമ്മൾ അനുദിനം വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാൻ പരിശ്രമിക്കണം. അനുദിന വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുന്നവരുടെ അനുഭവം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അവര് കൂടുതൽ ദൈവികമായിട്ടുള്ള വിജ്ഞാനത്തിൽ വളരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ അനുദിന വിശുദ്ധ ബലിക്ക് പ്രാധാന്യം കൊടുക്കുക. അതുപോലെ കൂടെയുള്ള കുമ്പസാരത്തിന് പ്രാധാന്യം കൊടുക്കുക. കൂടെ കുമ്പസാരിക്കുക, പാപങ്ങളെ ഏറ്റി പറഞ്ഞ് വിശുദ്ധമായ ഒരു ജീവിതം നയിക്കുക. അങ്ങനെ തമ്പുരാനോട് കൂടെ വളരുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇനി നമ്മുടെ സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളെ കുറിച്ച് ചിന്തിക്കുകയാണ്. അവിടെ പറയുക, വേദനിക്കുന്നവരോട് ചേർന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ സമൂഹത്തിലെ അധകൃതരോടും അവഗണിക്കപ്പെട്ടവരോടുമായിട്ട് പക്ഷം ചേരല്. കത്തോലിക്ക സഭയിൽ അതിന് ധാരാളം അവസരങ്ങളുണ്ട്. കൂട്ടായ്മയിലായിരിക്കുന്ന ഒരു വ്യക്തി, യഥാർത്ഥത്തിലൊരു ക്രിസ്തുവുമായിട്ട് നല്ലൊരു ബന്ധത്തിൽ വളരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന വ്യക്തി ഇങ്ങനെ ആശ്രയിക്കപ്പെട്ട വ്യക്തികളോട് ചേർന്ന് നിൽക്കുന്നവരായിരിക്കണം. അവരെ സഹായിക്കാൻ താല്പര്യം കാണിക്കുന്നവരായിരിക്കണം. അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരായിത്തീരണം. അങ്ങനെയൊക്കെ നമുക്ക് ഈശോയോട് ചേർന്ന് നിൽക്കാൻ സാധിക്കും. അടുത്തതാണ് പരസ്പരം പങ്കുവയ്ക്കുന്നവരാകണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ പങ്കുവയ്ക്കുന്ന ഒരു ശീലം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കട്ടെ. എങ്ങനെയാണ് നമുക്ക് പങ്കുവെക്കാൻ സാധിക്കുന്നത്? എന്തൊക്കെയാ
നമ്മുടെ ആരോഗ്യം, നമ്മുടെ കഴിവുകള്, നമ്മുടെ സിദ്ധികള്, നമ്മുടെ സമ്പത്ത്, ഇതെല്ലാം മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കാൻ നമുക്ക് സാധിക്കും. അതിനുശേഷം നമ്മൾ കാണുന്നു ആത്മീയ ശിക്ഷണത്തിൽ വളരുക. ആത്മീയ ശിക്ഷണത്തിൽ വളരുക എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്കൊരു ആത്മീയ പിതാവ് ഉണ്ടാകണം. നന്നായിട്ട് നമുക്ക് എപ്പോഴൊക്കെ പോയി കുമ്പസാരിക്കാനും സംസാരിക്കാനും ഒക്കെ നമുക്ക് ആത്മീയ പിതാവ് ഉണ്ടാകുന്നത് നല്ലതാണ്. ഇത് സാധിച്ചില്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട വികാരിച്ചനെ തന്നെ നമ്മുടെ ആത്മീയ പിതാവായി സ്വീകരിക്കാം. കാരണം ഞാൻ പലപ്പോഴും പോയി കുമ്പസാരിക്കുക എൻ്റെ വികാരിച്ചൻ്റെ അടുത്താണ്. ഇന്ന് ഞാൻ കുമ്പസാരിക്കാൻ പോയി, പക്ഷെ ഇന്ന് കുമ്പസാരക്കൂട്ടിൽ കൊച്ചച്ഛനായിരുന്നുണ്ടായിരുന്നു, കൊച്ചച്ഛൻ്റെ അടുത്താണ് ഞാൻ കുമ്പസാരിച്ചത്. വികാരിച്ചനോടൊപ്പം വികാരിച്ചൻ്റെ അടുത്ത് തന്നെയാണ് ഞാൻ സംസാരിക്കുക. കാരണം നമ്മളെ വളരെ കൃത്യമായിട്ട് അറിയാം നമ്മുടെ വികാരിച്ചന്. അപ്പൊ നമുക്ക് എന്തെല്ലാം മാർഗനിർദ്ദേശം തരണമെന്ന് അച്ഛനറിയാം. അച്ഛൻ അതിനനുസരിച്ചുള്ള മാർഗനിർദ്ദേശം നമുക്ക് തന്നുകൊള്ളും. അവിടെ നമുക്കൊരു ആത്മീയ പിതാവ് ഉണ്ടായിട്ട് അതോടൊപ്പം നമുക്കൊരു എൽഡർ ഉണ്ടാകുന്നത് ഒത്തിരി നല്ലതാ. എന്ന് പറഞ്ഞാൽ നമുക്ക് ആത്മീയ മേഖലയിൽ ഉണ്ടാകുന്ന സംശയങ്ങളൊക്കെ പങ്കുവെക്കാൻ പറ്റിയൊരു വ്യക്തി. അത് ഒരുപക്ഷെ നമ്മളെക്കാൾ കൂടുതൽ പ്രായമുള്ളവരാകാം, ഒരുപക്ഷെ നമ്മളെക്കാൾ ഒപ്പം പ്രായമുള്ളവരാകാം, ഇല്ലെങ്കിൽ നമ്മളെക്കാൾ കുറവുള്ളവരാകാം. ആരായാലും കുഴപ്പമില്ല. പക്ഷെ അവരെ നമുക്ക് വേണ്ടത് അത് ആത്മീയ ജ്ഞാനം കൊണ്ട് നിറഞ്ഞൊരു വ്യക്തിയാണ്. ആത്മീയതയിൽ വളർന്ന ഒരു വ്യക്തിയായിരിക്കണം. കത്തോലിക്ക സഭയോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. സഭാ പ്രബോധനങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. അങ്ങനെ ഒരു വ്യക്തിയെ നമ്മൾ എൽഡറായി കണ്ടെത്തുന്നത് നല്ലതാണ്. പ്രിയപ്പെട്ടവരെ, ഈ രീതിയിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഈ ലോകത്തെ മുഴുവൻ സ്നേഹിക്കാനും നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രത്തിലി തൂത്തി എന്ന അപ്പസ്തല പ്രബോധനത്തിലൂടെ നമ്മൾ ഓർമ്മിപ്പിക്കുന്ന പോലെ സകലരും സഹോദരർ, ഭൂമി പൊതുഭവനം, അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമുക്കും വളരാൻ സാധിക്കും. അങ്ങനെ വളരാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ കൂട്ടായ്മയുടെ ആഴവും നന്മയും നമുക്ക് കണ്ടെത്താനാകും. കൂട്ടായ്മയായ ദൈവം ഒരിടയനും ഒരു തൊഴുത്തും വാങ്ങുന്ന കൂട്ടായ്മ അനുഭവത്തിലേക്ക് എത്തിച്ചേരാൻ നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും തീർത്ഥാടനം ചെയ്യുന്ന ഒരു സമൂഹമാണ്. സഭയാകുന്ന കൂട്ടായ്മയോട് ചേർന്ന് നമ്മൾ തീർത്ഥാടനം ചെയ്യാണ്. നമ്മുടെ ലക്ഷ്യം സ്വർഗത്തിൽ എത്തിച്ചേരുകയാണ്. ആ തീർത്ഥാടനത്തില് നമുക്ക് സജീവമായിട്ട് പങ്കെടുക്കാം. സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് സ്വർഗത്തിൽ എത്തിച്ചേരാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.